ഓക്കെ. സോ എൻ്റെ പേര് അരവിന്ദാണ്. ഞാനായിരിക്കും GSTയുടെ കംപ്ലീറ്റ് ക്ലാസ്സും എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ GSTയുടെ പ്രാക്ടിക്കൽ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. അതായത് പ്രാക്ടിക്കലാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ GST രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം, അതുപോലെ രജിസ്റ്റേർഡ് ആയ സ്ഥാപനങ്ങൾക്ക് നിർബന്ധമായിട്ടും എല്ലാ മാസവും എന്ത് ചെയ്യണം, മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യണം. ക്ലിയർ അല്ലേ? രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമായും എല്ലാ മാസവും മന്ത്ലി GST റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം. പ്രധാനമായിട്ടും മന്ത്ലി ചെയ്യേണ്ടി വരുന്ന 2 റിട്ടേൺസ് ഉണ്ട്, നമ്മൾ പഠിക്കും. GSTR 1 എന്ന് പറയും, അതുപോലെ GSTR 3B എന്ന് പറയും. ദെൻ നമുക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം, ആനുവൽ റിട്ടേൺ. അതിന്റെ പേരാണ് GSTR 9. അതും നമ്മൾ പഠിക്കും. ക്ലിയർ? അപ്പൊ അങ്ങനെ വരുന്ന കംപ്ലീറ്റ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ GSTയുടെ ഓൺലൈൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പഠിക്കും. ഓക്കെ. നമുക്കിവിടെ ഒരു 20 ദിവസം ക്ലാസ് വരുന്നുണ്ട്. 20 days ആ ക്ലാസ്. അതായത് ഡെയിലി 1 hour ആണ്. ഈ സെയിം ടൈം രാത്രി 9 മുതൽ 10 മണി വരെ. ക്ലാസ് നമുക്ക് ലൈവ് ആണ് എങ്കിൽ പോലും ക്ലാസ് റെക്കോർഡിങ്ങും ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലാസ് നമുക്ക് റെക്കോർഡിങ്ങും ആയിരിക്കും. ഈ 20 days കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും GST ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം നടത്തുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ റിട്ടേൺ ഫയലിംഗ് മറ്റാരുടെയും ആശ്രയമില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും ആ കമ്പനിയുടെ GSTയുടെ റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കുന്നു. കാരണം അക്കൗണ്ടന്റായ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അക്കൗണ്ടന്റായ നിങ്ങൾ ഈ GST റിട്ടേൺ ഫയലിംഗ് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ആ വർക്ക് എടുത്ത് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീലാൻസ് ആയി ഒരു കൺസൾട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാം, പ്രവർത്തിക്കാം. ഏത് സ്ഥാപനങ്ങളുടെയും വർക്ക് നിങ്ങൾക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. സ്വന്തം വീട്ടിലിരുന്ന് വർക്കുകൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട് ഈ GSTയുടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പഠിച്ചെടുത്താൽ. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ. ഇന്ന് നമുക്കൊരു ഡെമോ ക്ലാസ് ആണ്. അധികമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു എന്താ പറയുക, GSTയുടെ ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്യാം. ദെൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് അൺമ്യൂട്ട് ആക്കി ഡൗട്ട് ചോദിക്കാം. ക്ലിയർ? ഓക്കെ. ഓക്കെ. നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? GST ആണ്. GST നമ്മുടെ രാജ്യത്ത് നടപ്പിലായത് 2017 ജൂലൈ മാസം 1-നാണ്. 17 ജൂലൈ 1. ഇപ്പോ 7 year കംപ്ലീറ്റ് ആയിട്ടുണ്ട് GST ഇംപ്ലിമെന്റ് ആയിട്ട്. ക്ലിയർ? GST എന്താ ഫുൾ ഫോം? എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് GSTയുടെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ. യെസ്. ഇന്നത്തെ ഡെമോ ക്ലാസ്സിൽ ആദ്യം ഞാൻ പറയുന്ന പോയിന്റ് GST രജിസ്ട്രേഷനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം GSTയിൽ വരുന്നുണ്ടോ? ഇല്ല. അതിന് ഒരു
ടേൺ ഓവർ ലിമിറ്റ് പറയുന്നുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ വാർഷിക വിറ്റുവരവ്, ഒരു വർഷത്തെ സെയിൽ എമൗണ്ട്, അതായത് ടേൺ ഓവർ, ഇത്ര എമൗണ്ട് ക്രോസ് ചെയ്താൽ മാത്രം GST ലയബിലിറ്റി വരുന്നുള്ളൂ. ആ ഒരു ഇത്ര എമൗണ്ട് കടന്നവർ മാത്രം GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. അങ്ങനെയുണ്ട്. ക്ലിയർ അല്ലേ? നോക്കിയേ, രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടേൺ ഓവർ ലിമിറ്റ് 20 ലക്ഷമാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു വർഷം അവരുടെ ടേൺ ഓവർ, ഒരു വർഷത്തെ അവരുടെ സെയിൽ എമൗണ്ട്, സെയിലാണ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ, ആ സെയിൽ എമൗണ്ട് 20 ലക്ഷം എപ്പോ എക്സീഡ് ആകുന്നു, 20 ലക്ഷം എപ്പോ കടക്കുന്നു, ആ നിമിഷം, ആ ദിവസം ആ സ്ഥാപനം രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളായി മാറുന്നു, ബാധ്യസ്ഥനായി മാറുന്നു. ക്ലിയർ അല്ലേ? ഈ പോയിന്റ് ഓക്കെ അല്ലേ? യെസ്. അപ്പൊ 20 ലക്ഷമാണ് ടേൺ ഓവർ ലിമിറ്റ് വരിക. ഓക്കെ. എന്നാൽ ഒരു സ്ഥാപനം അവർ ഗുഡ്സ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നുവെങ്കിൽ, അതായത് ക്ലിയർ അല്ലേ, ഒരു സ്ഥാപനം എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് സാധനങ്ങൾ, ഗുഡ്സ് മാത്രമാണ് ഒരു സ്ഥാപനം സപ്ലൈ ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നുവെങ്കിൽ അവർക്ക് 20 ലക്ഷമല്ല ലിമിറ്റ് വരുന്നത്, അവർക്ക് 40 ലക്ഷമാണ് ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് അവർ സാധനങ്ങൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത്, അല്ലെ? അവർ സർവീസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് പറയാം ആ സൂപ്പർ മാർക്കറ്റ് എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ്, അവർ ഗുഡ്സ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പൊ ഒരു മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ആ മൊബൈൽ ഫോൺ എന്ന ഗുഡ്സ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. സങ്കല്പിക്കുക, മൊബൈൽ ഷോപ്പിൽ സർവീസ് ചെയ്യുന്നില്ല സങ്കല്പിക്കുക. ഇപ്പൊ നമുക്ക് പറയാലോ ആ മൊബൈൽ ഷോപ്പിൽ സാധനങ്ങൾ മാത്രമാണ് സപ്ലൈ ചെയ്യുന്നുവെന്ന്. അപ്പൊ അങ്ങനെ സാധനങ്ങൾ, ഗുഡ്സ് മാത്രമാണ് ഒരു സ്ഥാപനം സപ്ലൈ ചെയ്യുന്നുവെങ്കിൽ, ആണ് എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അവർക്ക് 40 ലക്ഷം സെയിൽസ് ആകുന്നത് വരെ എന്ത് വേണ്ട? GST രജിസ്ട്രേഷൻ ആവശ്യമില്ല. 40 ലക്ഷം എപ്പോ എക്സീഡ് ആകുന്നു അപ്പോൾ മാത്രമേ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലയബിലിറ്റി വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് മാത്രം, അല്ലെ? ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഗുഡ്സ് മാത്രം, അല്ലാത്ത എല്ലാ കേസും 20 ലക്ഷമാണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ സർവീസ് മാത്രമാണെങ്കിൽ, ഒരു സ്ഥാപനം സർവീസ് മാത്രമാണ് ചെയ്യുന്നുവെങ്കിൽ എന്താ വരുന്നത്? അവർക്ക് 20 ലക്ഷമാണ് ത്രെഷോൾഡ് ലിമിറ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഗുഡ്സ് മാത്രമാണെങ്കിൽ എത്രയാ വരുന്നത്? 40 ലക്ഷം. സർവീസ് മാത്രമാണെങ്കിൽ 20 ലക്ഷം, ഗുഡ്സ് മാത്രമാണെങ്കിൽ 40 ലക്ഷം. ഇനി ഒരു സ്ഥാപനം ഗുഡ്സിന്റെ സപ്ലൈയും ഉണ്ട്, സർവീസിന്റെ സപ്ലൈയും ഉണ്ടെങ്കിലോ 20 ലക്ഷം. ഈ 40 ലക്ഷം ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ? എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ്. ബാക്കി എല്ലാ കേസിലും എന്താ വരുന്നത്? 20 ലക്ഷമാണ് വരുന്നത്. ഓക്കെ. ഇതാണ് രജിസ്ട്രേഷന്റെ ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്ന പോയിന്റ്. ഓക്കെ ആണോ? ഈ ഒരു 20 ലക്ഷം 40 ലക്ഷം എന്ന ഗുഡ്സ് മാത്രം, സർവീസ് മാത്രം, ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന ഈ ഒരു പോയിന്റ് ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. സംശയമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ആരും ചോദിക്കുന്നില്ല. എല്ലാവർക്കും ഇതൊക്കെ അറിയുന്ന കാര്യമായിരിക്കും അല്ലേ? ഇത് ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം. ഓക്കെ. ദെൻ അടുത്ത് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ രജിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ
രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് റെഗുലർ സ്കീം എന്ന് പറയും, രണ്ട് കോമ്പോസിഷൻ സ്കീം എന്ന് വിളിക്കും. റെഗുലർ സ്കീം രജിസ്ട്രേഷനും ഉണ്ട്, കോമ്പോസിഷൻ സ്കീം രജിസ്ട്രേഷനും വരുന്നുണ്ട്. നമ്മൾ കാണുന്ന, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ GST രജിസ്റ്റേർഡ് ആയിരിക്കും. എന്നാൽ ഒന്നുകിൽ അവർ റെഗുലർ എന്ന സ്കീം പ്രകാരമായിരിക്കും GST എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അവർ കോമ്പോസിഷൻ എന്ന സ്കീം പ്രകാരമായിരിക്കും GST എടുത്തേക്കുന്നത്. അങ്ങനെ പറയാൻ സാധിക്കുന്ന രീതിയിൽ രണ്ട് തരത്തിൽ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇപ്പോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് സ്ഥാപനം നടത്തുന്നവരായിരിക്കാം, അല്ലേ? അപ്പൊ നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റേർഡ് ആണ് GSTയില്. പക്ഷേ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ റെഗുലർ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണോ അതോ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അങ്ങനെ രണ്ട് സ്കീം ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഈ രണ്ട് സ്കീം ബന്ധപ്പെട്ട് വരുന്ന പ്രാക്ടിക്കൽ ഫയലിങ്ങും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഈ രണ്ട് സ്കീം ഓക്കെ ആണോ? ഇങ്ങനെ രണ്ട് സ്കീം ഉണ്ട് GSTയില്, റെഗുലർ ആൻഡ് കോമ്പോസിഷൻ. റെഗുലർ മീൻസ് നോർമൽ സ്കീമാണ്, സാധാരണ എല്ലാവരും എടുക്കുന്ന സ്കീം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? രജിസ്ട്രേഷന്റെ ത്രഷോൾഡ് ലിമിറ്റ് 20 ലക്ഷം, 40 ലക്ഷം. 40 ലക്ഷം ആപ്ലിക്കബിൾ ആർക്കാണ്? എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. മറ്റുള്ള എല്ലാവർക്കും 20 ലക്ഷമാണ് ത്രഷോൾഡ് ലിമിറ്റ് വരുന്നത്. ദെൻ രജിസ്ട്രേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റെഗുലർ അല്ലെങ്കിൽ നോർമൽ സാധാരണയുള്ള സ്കീം, രണ്ട് കോമ്പോസിഷൻ എന്ന സ്കീമുണ്ട് GSTയില്. ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, ഈ പറയുന്ന രണ്ട് തരമുണ്ടല്ലോ രജിസ്ട്രേഷൻ, അല്ലേ? അതിൽ റെഗുലർ സ്കീമിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം റെഗുലർ എന്ന സ്കീം പ്രകാരമാണ് GST എടുത്തതെങ്കിൽ, എങ്ങനെയാ? നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം റെഗുലർ എന്ന സ്കീം പ്രകാരമാണ് GST എടുത്തതെങ്കിൽ എന്തെല്ലാമാണ് പ്രത്യേകത വരിക? നോക്കിയേ, നിങ്ങളുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, നിങ്ങൾ ഏതാണോ സെയിൽ ചെയ്യുന്നത്, ഗുഡ്സ് ഓർ സർവീസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST എന്നൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഗുഡ്സോ സർവീസോ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ GST എന്ന ടാക്സ്, സെയിൽ എമൗണ്ടിന്റെ കൂടെ GST എന്ന ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ റെഗുലർ എന്ന സ്കീമാണ് എടുത്തേക്കുന്നത്. ക്ലിയർ? അതുപോലെ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് മേടിക്കുന്നുണ്ട് എന്ന കാരണത്താൽ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു സെയിൽ ബില്ലുണ്ട്. ആ സെയിൽ ബില്ലിന്റെ പേരാണ് ടാക്സ് ഇൻവോയ്സ്. നിങ്ങൾ നിർബന്ധമായിട്ടും ടാക്സ് ഇൻവോയ്സ്, ടാക്സ് എമൗണ്ട് കാണിച്ചു കൊണ്ടുള്ള ബില്ല് കസ്റ്റമറിന് കൊടുക്കണം. നിങ്ങൾ റെഗുലർ സ്കീം ആണെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ടാക്സ് ഇൻവോയ്സ് എന്ന് എഴുതിയ ഡോക്യുമെന്റ് ആണ് കസ്റ്റമറിന് കൊടുക്കേണ്ടത്. ക്ലിയർ? ദെൻ അടുത്ത പോയിന്റ്, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് പർപ്പസിന് വേണ്ടി മേടിച്ച ഗുഡ്സ് ആയിക്കോട്ടെ, അതായത് സെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് മേടിക്കുമല്ലോ, സ്റ്റോക്ക് മേടിക്കുമല്ലോ, ആ സ്റ്റോക്ക് മേടിക്കുമ്പോൾ നമ്മൾ സപ്ലയർക്ക് GST കൊടുക്കും, അല്ലെ? അതായത് നമ്മളെപ്പോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള, GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിന്റെ അടുത്ത് പോയിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സപ്ലയർക്ക് GST എമൗണ്ട് കൊടുക്കും. ആ കൊടുക്കുന്ന GST എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് GST. ക്ലിയർ? ആ ഇൻപുട്ട് GST നമുക്ക് എന്ത് കിട്ടും? തിരിച്ച് കിട്ടും. ക്ലിയർ?
അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ക്യാൻ ക്ലെയിം ITC. ITC മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നമുക്ക് ആ ഇൻപുട്ട് തിരിച്ച് ക്ലെയിം എടുക്കാൻ സാധിക്കും. അതിപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന്റെ മേൽ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് തിരിച്ചു കിട്ടും. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്താൽ, ഇപ്പൊ AC-യോ ടേബിളോ ഫർണിച്ചറോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി, സെയിലാക്കാൻ വേണ്ടിയല്ല, ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന ഇൻപുട്ട് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചു കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ എക്സ്പെൻസ് വരും. ഇപ്പോ റെന്റ്, വാടക കൊടുക്കുമ്പോൾ GST കൊടുത്താൽ തിരിച്ചു കിട്ടും, ക്ലെയിം എടുക്കാം. അഡ്വർടൈസ്മെന്റ്, പരസ്യം ചെയ്യുമ്പോൾ പരസ്യ കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ GST കൊടുക്കും, അത് തിരിച്ചു കിട്ടും നമുക്ക്. ക്ലിയർ അല്ലേ? അപ്പോ ബിസിനസ് പർപ്പസിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന ഇൻപുട്ട് GST നമുക്ക് എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല, തിരിച്ചു കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണെങ്കിൽ തിരിച്ചു കിട്ടും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ദെൻ ഈ 3 പോയിന്റ് ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണം, ടാക്സ് ഇൻവോയ്സ് നിർബന്ധമായിട്ടും കസ്റ്റമറിന് കൊടുക്കണം, പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ഇൻപുട്ട് തിരിച്ചു കിട്ടും. സാറേ ഒരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതായത് ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, നമ്മളൊരു GST രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പം സെയിൽസ് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സെൽഫ് യൂസിന് ഒരു AC-യോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വാങ്ങിക്കുന്നു പറഞ്ഞു. ഈ സമയത്ത് ഞാൻ കൊടുക്കുന്ന ITC നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റ് നമ്മൾ വീണ്ടും ഫയൽ ചെയ്യുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അത് ഇൻപുട്ട് യൂട്ടിലൈസ് ചെയ്യാം, കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാം, അപ്പോൾ തന്നെ ചെയ്യാം കേട്ടോ. അതിപ്പോൾ എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് ആ മന്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് അവൈലബിൾ ആക്കി മാറ്റാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു AC മേടിച്ചു, അല്ലെങ്കിൽ ഒരു വലിയൊരു മെഷീൻ മേടിച്ചു, ഒരു 5 ലക്ഷം രൂപ ടാക്സ് മാത്രം കൊടുത്തു. പക്ഷെ ആ മന്ത് നമുക്ക് ഒരു 1 ലക്ഷമേ നമുക്ക് നോർമൽ സെയിൽസിൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി വന്നോളൂ. അപ്പൊ നമുക്ക് ആ മാസം ഒന്നും അടയ്ക്കേണ്ടി വരില്ല, കാരണം 5 ലക്ഷം ഇൻപുട്ട് കിടക്കുകയല്ലേ ക്ലെയിം എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് 1 ലക്ഷമേ ലയബിലിറ്റി ഉള്ളൂ. അപ്പൊ 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ മൈനസ് ആക്കിയാൽ ബാക്കി 4 ലക്ഷം രൂപ ഇൻപുട്ട് ബാക്കി ഉണ്ടാകും. ആ മാസം ടാക്സ് ലയബിലിറ്റി കംപ്ലീറ്റ് 0 ആയി പോവുകയും ചെയ്യും. ബാക്കി കിടക്കുന്ന 4 ലക്ഷം ഇൻപുട്ട്. ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപയുടെ പർച്ചേസ് ചെയ്തു. ഓക്കെ, 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പം 12% GST കൊടുത്തു. അതായത് 12,000 രൂപ ഞാൻ GST ആയിട്ട് അവിടെ വാങ്ങിച്ച ആൾക്ക് കൊടുത്തു. ഇവിടെ തന്നെ ഞാൻ 1 ലക്ഷം രൂപയുടെ ഒരു AC വാങ്ങിച്ചു. ഓക്കെ, AC വാങ്ങിച്ചപ്പോൾ ഞാനിപ്പോ ഒരു 5% കൊടുത്ത 5% 5,000 രൂപ അതിനും കൊടുത്തു. എനിക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഈ 12,000 പ്ലസ് 5,000 ആണ് അല്ലേ? പക്ഷെ പിന്നീട് ഞാൻ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ 1 ലക്ഷത്തിന്റെ ഗുഡ്സ് ഞാൻ സെയിൽ ചെയ്യണമല്ലോ, വാങ്ങിച്ചത് ഞാൻ സെയിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം 1 ലക്ഷത്തിന് വാങ്ങിയ സാധനം ഞാൻ ചിലപ്പോ 1.25 ലക്ഷത്തിന് വിൽക്കുമ്പോൾ ഈ 1.25 ലക്ഷത്തിന്റെയും കൂടെ ഞാൻ കൊടുക്കണം. ഇവിടെ ഈ പറഞ്ഞ AC എന്ന് പറഞ്ഞ സാധനം ഞാൻ വിൽക്കുന്നില്ല, ഞാൻ സെൽഫ് യൂസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ വരുന്ന 5,000 ഞാൻ ഇവിടെ ഉപയോഗപ്പെടുത്തിയാല് എന്റെ മറ്റേത് ടാലി ആയി പോകുമെന്നാണ് എന്റെ സംശയം. ഏത് ഈ ഗുഡ്സില്ലേ പർച്ചേസ് ചെയ്തതും ഇത് നമ്മൾ ടാലി ആയി പോകുന്നുള്ളത്, അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റഡ് ആണെന്നുള്ളത്. ഇവിടെ താങ്കൾക്ക് ഈ പറയുന്ന എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ആ 12,000 രൂപയും ഇൻപുട്ടും 5,000 ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സെയില് 1 lakh പ്ലസ് 125 സെയിൽ ആക്കിയതെങ്കിൽ അതിനൊരു 6,500 രൂപ ഔട്ട്പുട്ട് കസ്റ്റമറെ മേടിച്ചു എങ്കിൽ ആ 6,500 നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫുൾ ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് നമ്പർ കൊടുക്കുക, നമ്മുടെ GST 2Bയിൽ ആ ഇൻപുട്ട് വരും, 3Bയിൽ ക്ലെയിം എടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. അതിൽ സെക്ഷൻ 17 സബ്സെക്ഷൻ 5 എന്ന് പറയും. 17 സബ്സെക്ഷൻ 5 അതിൽ കുറച്ച് ഇൻപുട്ട് ടാക്സ് ഉണ്ട്.
അത് മാത്രമാണ് ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്. ബാക്കി എല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ആ ഒരു 17(5) പഠിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് പറയുന്ന ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? ഹലോ, ചോദിച്ചോളൂ. ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഉം. ഞാനിപ്പോ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, അതായത് ഡിറ്റർജന്റ് ലിക്വിഡ് അങ്ങനെയുള്ള ഓക്കെ. സാധനങ്ങളാണ്. അപ്പൊ അതിന് ആ വേണ്ടിയിട്ട് എടുക്കുന്ന ബോട്ടിൽസ്, കെമിക്കൽസ്, അതിനൊക്കെ നമ്മൾ ഉം. ഓൾറെഡി GST പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ സ്റ്റാർട്ടപ്പ് ഓക്കെ, ചെയ്തിട്ടേ ഉള്ളൂ. റെഗുലർ ഓക്കെ, മോഡലാണ് എടുത്തേക്കുന്നത് GST രജിസ്ട്രേഷൻ. അപ്പൊ ഓക്കെ. അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം. നമ്മുടെ ബിസിനസ് പർപ്പസ് ആണല്ലോ അതൊക്കെ. ചെയ്യാം ഓക്കെ, കേട്ടോ. അപ്പൊ ഇത് പ്രൊഡക്ഷൻ, ഇത് കെമിക്കൽ കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതെ. ഇതുമായിട്ട് എന്തെങ്കിലും ക്ലാഷ് ആവോ, അതോ അല്ല, നമ്മൾ നമ്മൾ കൊടുത്ത GST തിരിച്ചുകിട്ടുകയും ചെയ്യും? അതെ, നമ്മളിപ്പം കൊടുത്തത് നമ്മുടെ ഇൻപുട്ടാണ്, മേടിച്ചത് അതെ ഔട്ട്പുട്ടാണ്. അപ്പൊ കൊടുത്ത അതെ. ഇൻപുട്ട് ഉപയോഗിച്ച് മേടിച്ചതിനെ കുറയ്ക്കാം, ബാക്കി അടച്ചാൽ മതി. അങ്ങനെ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, ഓക്കെ, താങ്ക് യു. ശരി. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഒരു 3 പോയിന്റ് ബന്ധപ്പെട്ട് ഓക്കെ അല്ലേ? ശരി. സാറേ, സോറി, ഓ ഒന്നുകൂടെ ചോദിക്കാണ്. സാർ ഉം. ഇപ്പൊ ഈ പറഞ്ഞ ഈ കേസിലാണെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസസ് ഇല്ല സാർ? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ AC വാങ്ങുന്ന പൈസ എനിക്ക് ക്ലെയിം ചെയ്തിട്ട് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ ഉം. ഫ്രണ്ട്സ് വാങ്ങുന്ന ഒരു ACയോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് എന്റെ ഉം. പേരിൽ വാങ്ങിച്ചിട്ട് എനിക്കത് ഇൻപുട്ടാക്കി മാറ്റി അത് മിസ്യൂസ് ചെയ്യപ്പെടത്തില്ലയോ? അത് അതായത് കറക്റ്റ് ഫ്രണ്ട്സ് പ്രോപ്പർ AC ആയിട്ട് മേടിച്ചു, സെയിൽ കാണിച്ചു. ആ, താങ്കൾ അല്ല ആ ഫ്രണ്ട്സിന് ഇൻപുട്ട് വേണ്ടി, യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അല്ല പക്ഷെ അങ്ങനെ ഫ്രണ്ട്സിന്റെ പേരിലല്ല, എന്റെ GST നമ്പർ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ AC വാങ്ങിച്ചു. ദാറ്റ് ഓക്കെ, മീൻസ് ഓക്കെ, മേടിക്കാം. പിന്നെ അതിന്റെ ഉം. മേടിച്ചു. അങ്ങനെ അപ്പൊ എന്താണ് അങ്ങനെ എന്റെ അങ്ങനെ GST നമ്പർ മേടിച്ച അതുകൊണ്ട് ഓക്കെ, ക്ലെയിം ചെയ്യാം. 2 ബില് വരും, 3 ബില് ക്ലെയിം ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ പക്ഷേ ആ ഒരു 2-3 വർഷം കഴിയുമ്പോൾ സങ്കല്പിക്കുക, ആ 2-3 വർഷം ആ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും GST ഓഫീസർ ആ താങ്കളുടെ സ്ഥാപനത്തിൽ ആ വരുമ്പോൾ ചോദിക്കും, ആ ആ 2 വർഷം മുമ്പ് വാങ്ങിച്ച AC എവിടെ ചോദിക്കും. അപ്പൊ അത് താങ്കൾ ആ അങ്ങനെ ഷോപ്പിൽ ഉണ്ടല്ലേ? ഇരിക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പൊ ആ അവർക്ക് മനസ്സിലാവും താങ്കൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്, ക്ലെയിം എടുത്തു. അപ്പോ ആ എത്ര ആ ടാക്സ് ആ ആണോ അതിലൂടെ താങ്കൾ വെട്ടിച്ചത്, അപ്പോ ആ സെക്ഷൻ 125 125 ആ പ്രകാരം ആ 200% ആ 200% പെനാൽറ്റി മേടിക്കാൻ ആ അവകാശം ആ ഓഫീസർക്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് താങ്കളുടെ സൈഡിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും ഇൻസ്പെക്ഷൻ ആ കൂടുതലായിട്ട് ചെയ്യും. അങ്ങനെ കൂടുതലായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വീണ്ടും കണ്ടെത്തിയാൽ സെക്ഷൻ 73 പ്രകാരം വീണ്ടും ഫൈൻ ഈടാക്കും. ഓക്കെ, അത് അവരുടെ ചോയ്സ് ആണ്, ചെറിയ എമൗണ്ട് ഈടാക്കുള്ളൂ. ഇനി വീണ്ടും ചെക്ക് ഉം, ചെയ്യുമ്പോൾ വീണ്ടും എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ട് അത് താങ്കൾ ഒരു ഫ്രോഡ് കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ സെക്ഷൻ 74 പ്രകാരം 100% പെനാൽറ്റി, ടാക്സ് എത്ര വെട്ടിച്ചോ അതിന്റെ 100% ഈടാക്കാൻ അവർക്ക് അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫിസിക്കൽ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ആ സാധനങ്ങൾ അവിടെ ഉണ്ടാവണം. കാരണം സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മളെ ഗുഡ്സ് മസ്റ്റ് ബി ആ റിസീവ്ഡ്, നമ്മൾ റിസീവ് ചെയ്തിരിക്കണം, ആ പർച്ചേസ് ഇൻവോയ്സ് നമ്മളിൽ ഉണ്ടാവണം, സപ്ലയർ GSTR 1 ഫയൽ ചെയ്യണം, അങ്ങനെ കുറച്ച് കേസൊക്കെ അതിലുണ്ട്. അപ്പോ ആ ഒരു ആ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്, സാധനം നമ്മൾ റിസീവ് ആക്കണം എന്നുള്ളത്. അപ്പൊ ആ സാധനം നമ്മുടെ ആ ഷോപ്പിൽ ഉണ്ടാവണം. ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടായി മാറും. ക്ലിയർ അല്ലേ? വെരി ക്ലിയർ. അപ്പൊ ഇല്ലെന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ സെയിൽ ചെയ്തിട്ട് അത് ഫയൽ ചെയ്യേണ്ടി വരും അല്ലെ? നമ്മളിപ്പോ അത് എന്തായാലും ഈ ഒരു ഉദാഹരണം ഗുഡ്സ് ആണ് അസറ്റ് മേടിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആകുമ്പോൾ സെയിൽ കാണിക്കുക. അതെ, സെയിൽ മറ്റേത് കാണിച്ചിട്ടില്ലെങ്കിൽ അസറ്റിലല്ലെങ്കിൽ അസറ്റ് കാണിക്കേണ്ടി വരും. അതെ, അല്ലെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് അവിടെ ഉണ്ടാവണം, സെയിൽ ആയിട്ടില്ല എങ്കിൽ. ക്ലിയർ അല്ലേ? അങ്ങനെ വരുന്നത് കേട്ടോ. വെരി ക്ലിയർ സർ, താങ്ക് യു. ഓക്കെ, ശരി. ഓക്കെ. ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ട് ഇതുപോലെ? ഓക്കെ, സോ അപ്പോ ഈ റെഗുലർ എന്ന സ്കീം പ്രകാരം GST എടുത്തവർ
നിർബന്ധമായിട്ടും മന്ത്ലി റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. അതാണ് ഈ കാണുന്ന GSTR 1-ഉം GSTR 3Bയും. ഓക്കെ. ദെൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അവർ എന്ത് ചെയ്യണം? ഒരു വാർഷിക റിട്ടേൺ, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിന്റെ പേരാണ് GSTR 9. ഓക്കെ. ദെൻ അവർക്ക് ഈ GSTR 9 എല്ലാവർക്കും നിർബന്ധമില്ല. അവരുടെ വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ 2 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ GSTR 9 നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുള്ളൂ. 2 കോടിക്ക് ബിലോ ആണ് ഒരു വർഷത്തെ ടേൺ ഓവർ എങ്കിൽ GSTR 9 നിർബന്ധമില്ല. വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് ഓപ്ഷണൽ. ഓക്കെ, ക്ലിയർ. മന്ത്ലി റിട്ടേൺസ് 1-ഉം 3Bയും നിർബന്ധമായിട്ടും ചെയ്യണം. അതിപ്പോ ആ ഒരു മന്ത് അവർക്ക് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും, ബിസിനസ് രജിസ്റ്റേർഡ് ആണ്, പക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ആയിട്ടില്ല, സെയിൽസോ പർച്ചേസോ ഒന്നും നടന്നിട്ടില്ല, ബിസിനസ് ഓഫീസ് ക്ലോസ്ഡ് ആണ്, എങ്കിൽ പോലും റിട്ടേൺ ഫയലിംഗ് മന്ത്ലി 1-ഉം 3Bയും നിർബന്ധം ചെയ്യണം. ഓക്കെ, യെസ്. ലാസ്റ്റ് വൺ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓഡിറ്റ് ഫോം ആണത്, GSTR 9C. അത് എല്ലാവർക്കും നിർബന്ധമില്ല. ഒരു വർഷത്തെ ടേൺ ഓവർ 5 കോടി 5 CR മേൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ GSTR 9C ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ ആണോ? 1, 3B, 9, 9C ഈ ഫോംസ് ആണ് റെഗുലർ ടാക്സ് പേഴ്സിന് ആവശ്യമായി വരിക. സംശയമുണ്ടോ? ചോദിക്കാം. ഞാൻ ഈ PPT സെൻഡ് ചെയ്യാം കേട്ടോ. ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ സെൻഡ് ചെയ്യാം, വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ, റെഡി അല്ലേ? ചോദിക്കുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി. ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് രണ്ടാമത്തെ ടൈപ്പ് സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് മേടിക്കാൻ പറ്റില്ല, അങ്ങനെ കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. GST രജിസ്റ്റേർഡ് ആണ്, പക്ഷേ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST മേടിക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ടാക്സ് കാണിച്ചു കൊണ്ടുള്ള ടാക്സ് ഇൻവോയ്സ് എന്ന ഡോക്യുമെന്റ് കസ്റ്റമറിന് കൊടുക്കാനും പാടില്ല. പകരം എന്ത് ചെയ്യുക? ടാക്സ് ഇൻവോയ്സിന് പകരം നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആയിരിക്കണം ഏത്? ബിൽ ഓഫ് സപ്ലൈ, BOS എന്ന് പറയും. ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ. ക്ലിയർ? യെസ്. മാത്രമല്ല നിങ്ങൾ ഒരു റെഗുലർ ടാക്സ് പെയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് നടത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്ലയർ റെഗുലർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്ലയർക്ക് GST ഇൻപുട്ട് കൊടുത്തിരിക്കും. ആ കൊടുത്ത ഇൻപുട്ട് ക്ലെയിം എടുക്കാനും പറ്റില്ല. ഓക്കെ, യെസ്. ഈ 3 പോയിന്റ് ഓക്കെ ആണോ? കോമ്പോസിഷൻ സ്കീമിന്റെ ഈ 3 പോയിന്റ് ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ സ്കീം ഒരു ഓപ്ഷണൽ സ്കീമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാം. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷന് ഉണ്ടാവണമെന്നേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ അവർക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ സ്കീം എടുക്കാം. ഓക്കെ, രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ സാറേ പറയൂ. ഒരു GST രജിസ്ട്രേഷൻ എടുത്ത് 1-2 വർഷം കഴിഞ്ഞിട്ട് റെഗുലറിൽ നിന്ന് ഈ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ പറ്റുമോ? ഉറപ്പായിട്ട് മാറാം, ഉറപ്പായിട്ട് മാറാം കേട്ടോ. ഓക്കെ, തിരിച്ചങ്ങോട്ട് മാറാം, കോമ്പോസിഷൻ റെഗുലറിലോട്ട് മാറാം അല്ലേ? അതെ, ഉറപ്പായിട്ട് അങ്ങോട്ട് മാറാം, ഇങ്ങോട്ടും മാറാൻ പറ്റും കേട്ടോ. ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ ഒരു സ്കീം ബന്ധപ്പെട്ട്? ഓക്കെ, ദെൻ ഈ സ്കീം പ്രകാരം GST എടുത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി റിട്ടേൺസ് ഒന്നും ചെയ്യണ്ട.
GSTR 1 ഫയൽ ചെയ്യേണ്ട, GSTR 3B ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇയർലി ഫോമായ GSTR 9 ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഓഡിറ്റ് ഫോമായ GSTR 9C അതൊന്നും ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. ഇവർക്ക് ആകെ ചെയ്യേണ്ടത് 3 മാസം കൂടുമ്പോൾ, ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോൾ ഒരു ടാക്സ് പേയ്മെന്റ് ചെയ്യണം. അതിനു വേണ്ടി ഒരു ഫോം ഉണ്ട്. അതാണ് CMP08. കോമ്പോസിഷന്റെ ഷോർട്ട് ഫോം ആണ് CMP, കോമ്പോസിഷൻ 08. അതാണ് ഫോമിന്റെ പേര്. അത് ഒരു റിട്ടേൺ ഫോം എന്ന് പറയത്തില്ല, ജസ്റ്റ് ഒരു ചെല്ലാൻ ഫോമാണ്. ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഫോമാണത്. അത് ചെയ്യേണ്ടത് മന്ത്ലി അല്ല, ക്വാർട്ടേർലി ആണ്. അപ്പോൾ കോമ്പോസിഷൻ സ്കീം എടുത്തവർക്ക് മാസം തോറും മന്ത്ലി ഒന്നും ഇവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 3 മാസം കൂടുമ്പോൾ CMP08 ഫയൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു വർഷം 4 പ്രാവശ്യം ചെയ്യുക, 4 ക്വാർട്ടർ. ക്ലിയർ അല്ലേ? യെസ്. ദെൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വാർഷിക റിട്ടേൺ ഫോം ഉണ്ട്, GSTR 4. അത് നിർബന്ധമായിട്ടും ചെയ്യണം. റെഗുലർ സ്കീമിന്റെ വാർഷിക ഫോമിന്റെ പേരെന്താ? GSTR 9. അത് നിർബന്ധമുണ്ടോ എല്ലാവർക്കും? ഇല്ല. 2 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമേ GSTR 9 നിർബന്ധമുള്ളൂ റെഗുലർ സ്കീമിന്. എന്നാൽ കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ GSTR 4 എന്ന ഇയർലി റിട്ടേൺ നിർബന്ധമായിട്ടും ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. ഡൗട്ട്സ് മാക്സിമം ചോദിക്കുക. ഡൗട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഡൗട്ടുകൾ ചോദിക്കാം. ഡൗട്ട്സ് ചോദിക്കാൻ മടി കാണിക്കണ്ട. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. GSTR 1 എന്താണ് നമുക്കറിയാലോ അല്ലെ? റെഗുലർ ആയിട്ട് GST എടുത്ത ടാക്സ് പേയർക്ക് മന്ത്ലി ചെയ്യേണ്ടി വരുന്ന റിട്ടേൺ ഫോമാണ് GSTR 1. ഈ GSTR 1 മന്ത്ലി മാത്രമല്ല കേട്ടോ. ഈ റെഗുലർ ആയിട്ട് GST എടുത്തവർക്ക് ഒരു സ്കീമുണ്ട്, QRMP എന്ന് പറയും. QRMP, ക്വാർട്ടേർലി റിട്ടേൺ മന്ത്ലി പേയ്മെന്റ്. ആ സ്കീം നമ്മൾ പഠിക്കും. ആ സ്കീം പ്രകാരം എടുത്തവർക്കാണെങ്കിൽ ഈ GSTR 1ഉം GSTR 3Bയും മന്ത്ലി ചെയ്യേണ്ട, ക്വാർട്ടേർലി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മന്ത്ലിന്റെ കേസ് പറയുകയാണ്. GSTR 1 എന്ന ഫോം എന്താന്ന് പറയുകയാണ്. GSTR 1 എന്താ? GSTR 1 സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം കാണിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് GSTR 1. ക്ലിയർ അല്ലേ? ഈ മാസം ഇത്ര സെയിൽസ് നടന്നു എന്ന് നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിനെ ഓൺലൈനായിട്ട് അറിയിക്കുന്ന പ്രോസസ്സാണ് GSTR 1 എന്ന റിട്ടേൺ ഫോമിന്റെ ഫയലിംഗ് എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? യെസ്. ഈ GSTR 1 എന്നാ ചെയ്യേണ്ടത്? നെക്സ്റ്റ് മന്ത് 11 ഡ്യൂ ഡേറ്റ് വരുന്നത്. നെക്സ്റ്റ് മന്ത് 11 ആണ് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR 1. അതായത് ഇതിപ്പോ ഏത് മാസം? മെയ് മാസം. മെയ് മന്തിന്റെ GSTR 1 ചെയ്യേണ്ടത് ജൂൺ മാസം 11 ക്ലിയർ എന്ന് പറഞ്ഞാൽ മെയ് മാസം 1 മുതൽ മെയ് മാസം 31 വരെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് GSTR 1 എന്ന ഫോമിൽ ഡാറ്റ എൻ്റർ ചെയ്ത് ജൂൺ മാസം 1 മുതൽ ജൂൺ മാസം 11 എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ജൂണിന്റെ GSTR 1 ജൂലൈ മാസം 11 ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ടോട്ടൽ ഈ GSTR 1 എന്ന് പറയുന്ന ഫോമിനകത്ത് 21 ടേബിൾ ഉണ്ട് കേട്ടോ. 21 ടേബിൾസ് വരുന്നുണ്ട്. ഓക്കെ. അതായത് സെയിൽസ് ബന്ധപ്പെട്ട കാര്യം കാണിക്കേണ്ടതല്ലേ? ഓരോ ടൈപ്പ് സെയിൽസ് ആണ്. B2B സെയിൽസ്, B2C സെയിൽസ്, എക്സ്പോർട്ട് സെയില്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്. അതായത് അങ്ങനെ സെയില് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഫോമിനകത്ത് 21 ടേബിൾ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ.
ക്ലിയർ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ GSTR 1 എന്ന ഫോമിനെ കുറിച്ച്? ചോദിക്കാം. ഇതിൽ QRMB സ്കീം എടുത്ത ടാക്സ് പെയർ ആണെങ്കിൽ, അതായത് ഒരു ടാക്സ് പെയർ പറയുന്നു എനിക്ക് QRMB സ്കീം പ്രകാരം മതി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഈ GSTR 1 3 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11 അല്ല, നെക്സ്റ്റ് മന്ത് 13 വരുന്നത്. അതായത് ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, അതൊരു 3 മാസമല്ലേ? ആ 3 മാസത്തെ സെയിൽസ് ഡീറ്റെയിൽസ് ഒരുമിച്ച് കാണിക്കും. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ ഒരുമിച്ച് ജൂലൈ മാസം 13-നുള്ളിൽ കാണിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വാർട്ടർ ഫസ്റ്റ് മന്തിന്റെ 13-ാം തീയതി ആയിരിക്കും പ്രീവിയസ് ക്വാർട്ടറിന്റെ GSTR 1 ചെയ്യണം. നമ്മൾ പിന്നെ പഠിക്കും അത്. QRMB എന്ന സ്കീം ഉണ്ട് GST എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? മന്ത്ലി സ്കീമും ഉണ്ട്, QRMB സ്കീമും ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ GSTR 1 ബന്ധപ്പെട്ട്? ഓക്കെ അല്ലേ? ഓക്കെ. ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു, 2 സ്കീം ഉണ്ടെന്ന് പറഞ്ഞു, റെഗുലർ ആൻഡ് കോമ്പോസിഷൻ. ആ റെഗുലർ സ്കീം പ്രകാരം GST എടുത്തവർക്കാണ് ഈ GSTR 1 ഉം 3B മന്ത്ലി ചെയ്യേണ്ടത്. അതിൽ GSTR 1 കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ ചോദിച്ചോട്ടെ, ഡൗട്ട്. പറയൂ. ഈ GSTR 1 സാർ ഇപ്പം പറഞ്ഞില്ലേ, അത് ഫയൽ ചെയ്യുമ്പോൾ ഇപ്പൊ മന്ത്ലി ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വാർട്ടർലിയും ഫയൽ ചെയ്യാം. ക്വാർട്ടർലി ആകുമ്പോൾ ക്വാർട്ടറിൽ നെക്സ്റ്റ് മന്ത് വിത്ത് 13th ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്ലി ആണെങ്കിൽ അത് ക്വാർട്ടറിലേക്ക് മാറ്റാൻ പറ്റും ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞിട്ടതിന് ശേഷം? നമുക്ക് ഈ QRMB സ്കീമിലേക്ക് മാറ്റാൻ ഒരു ടൈം ഉണ്ട്. അതായത് ഇപ്പോ ഈ വർഷം ഏപ്രിൽ 1 വർഷം സ്റ്റാർട്ട് ചെയ്തേ, ഈ വർഷം നമുക്ക് QRMB സ്കീം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ മാർച്ച് 31-നുള്ളിൽ ചെയ്യണമായിരുന്നു. ക്ലിയർ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ ആവശ്യമുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക, അടുത്ത വർഷം 2025 മാർച്ച് 31-നുള്ളിൽ എന്ത് ചെയ്യുക? ഓപ്റ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സൈറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. സോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? GSTR 1 എന്താണ് അറിയാത്തവർക്കോ, ഇത് ആർക്കാണ് ബാധകമെന്നോ, ഇതിലെ സെയിൽസ് കാണിക്കേണ്ടതാണെന്ന് പറഞ്ഞ കാര്യത്തിലോ, ഡ്യൂ ഡേറ്റിന് 11-ഉം 13-ഉം പറഞ്ഞു ആ കാര്യത്തിലോ, ഇതിൽ 21 ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു, ഏതെങ്കിലും പോയിന്റ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉള്ളവർക്ക് ചോദിക്കാം. ഡൗട്ട് ചോദിക്കാൻ മടി കാണിക്കണ്ട, ചോദിക്കാം. ഓക്കെ. എല്ലാവർക്കും ഇതൊക്കെ അറിയാമെന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പറയുന്ന കാര്യം GSTR 3B ആണ്. ഇതും ആർക്കാണ് ആപ്ലിക്കബിൾ? റെഗുലർ ആയിട്ട് GST രജിസ്റ്റേർഡ് ആയ ടാക്സ് പെയർക്ക് മന്ത്ലി ചെയ്യേണ്ടി വരുന്ന ഒരു മന്ത്ലി റിട്ടേൺ ഫോം, അല്ലെങ്കിൽ സമ്മറി റിട്ടേൺ എന്നൊക്കെ വിളിക്കും. സമ്മറി റിട്ടേൺ ഫോം, മന്ത്ലി റിട്ടേൺ ഫോം എന്ന് വിളിക്കും. GSTR 3B. ഈ GSTR 3Bന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ടാക്സ് പേയ്മെന്റ് ചെയ്യുക. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സിൽ നിന്നും പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയറിന് കൊടുത്ത ടാക്സ് എമൗണ്ട് മൈനസ് ആക്കി ബാക്കി വരുന്ന ടാക്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ GSTR 3B എന്ന ഫോമിലൂടെ മന്ത്ലി പേയ്മെന്റ് ചെയ്യുന്നു. ഇപ്പൊ 3Bന്റെ പ്രധാന പർപ്പസ് എന്താ? മന്ത്ലി ടാക്സ് അടയ്ക്കുക മാത്രമാണ്. ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് ഇത് GSTR 3B. ക്ലിയർ അല്ലേ? GSTR 3Bയുടെ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20 ആണ്. അതായത് ഇന്ന് എന്താ പ്രത്യേകത? ഇന്ന് ഏപ്രിൽ മന്തിന്റെ 3Bയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു, മെയ് 20-ാം തീയതി. ക്ലിയർ അല്ലേ? യെസ്. ഇപ്പൊ ഏപ്രിൽ മാസം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് ആ സ്ഥാപനത്തിന്, അത് GSTR 3B എന്ന ഫോമിലൂടെ മെയ് മാസം 20-നുള്ളിൽ അടയ്ക്കുക. മെയിന്റെ ടാക്സ് എമൗണ്ട് ജൂൺ 20-നുള്ളിൽ അടയ്ക്കുക. ക്ലിയർ അല്ലേ? യെസ്.
ഇതിനകത്ത് വെറും 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. കാരണം ഇതൊരു സമ്മറി ഫോമാണ്. ഓക്കെ, ഇപ്പൊ GSTR 1-ൽ 21 ടേബിൾ ഉണ്ട്. നമ്മളത് എല്ലാം പഠിക്കും കേട്ടോ. B2B, B2C ലാർജ്, B2C സ്മാൾ, ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റേർഡ്, ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് അൺരജിസ്റ്റേർഡ്, എക്സ്പോർട്ട്, ടാക്സ് ലയബിലിറ്റി അഗൈൻസ്റ്റ് അഡ്വാൻസ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അഡ്വാൻസ്, ഡോക്യുമെന്റ് ഇഷ്യൂഡ്, നിൽ റേറ്റ്, എക്സംപ്റ്റ്, നോൺ GST, ഔട്ട്വേർഡ് സപ്ലൈ, HSN കോഡ്, SSC കോഡ്, അമെൻമെന്റ്, അങ്ങനെയുള്ള 21 ടേബിൾ സെയിൽ ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും. അതുപോലെ GS 3B'ക്കകത്ത് വരുന്ന 6 ടേബിളും പഠിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. 3B എന്തെങ്കിലും സംശയമുണ്ടോ? GSTR 3B എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ ആണോ? ഈ ലൈവ് ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലൈവായിട്ട് നമുക്ക് ഡൗട്ട് ചോദിക്കാം, ഡൗട്ട് ഉള്ളവർക്ക്. ഓക്കെ, അതാണ് ലൈവിന്റെ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ക്ലാസ് റെക്കോർഡിങ്ങുമാണ് കേട്ടോ. റെക്കോർഡ് വീഡിയോയും പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ 20 ഡേ ക്ലാസ്സസും റെക്കോർഡിംഗ് ആയിരിക്കും. റെക്കോർഡ് വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ലൈവാണ്, എല്ലാവർക്കും എല്ലാ ദിവസവും ലൈവ് ആ ടൈമിൽ കയറാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് റെക്കോർഡിങ്ങും പ്രൊവൈഡ് ചെയ്യും. ഈ റെക്കോർഡ് വീഡിയോ അൺലിമിറ്റഡ് യൂസ് ചെയ്യാം. ക്ലിയർ അല്ല? നമ്മുടെ ഈ ഒരു നോട്ട്സും ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? ഓക്കെ. സാറേ ഒരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പം പറയൂ. നേരത്തെ ഒരു ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടുന്ന പറഞ്ഞില്ലേ, ITC കിട്ടുന്ന പറഞ്ഞില്ലേ? അതെ. അപ്പം അത് നമ്മൾക്ക് സാറ് പറഞ്ഞത് ഫയൽ ചെയ്യേണ്ടത് അല്ലേ? അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഈ GSTR 3B'യിൽ കൂടിയാണ്. കാരണം ഇപ്പൊ എനിക്ക് സെയിൽ ചെയ്തിട്ട് അടക്കാനുള്ളത് ഇപ്പൊ 1 ലക്ഷം രൂപയും ITC വേണ്ടത് ഒരു 50,000 രൂപയാണെന്ന് വിചാരിക്കാം, സപ്പോസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 1 ലക്ഷത്തിന് 50,000 മൈനസ് ചെയ്ത് 50,000 രൂപ ഞാൻ പ്രാവശ്യം അടക്കുന്നു. അങ്ങനെയല്ലേ വരുന്നത്? അതെ അതെ. എന്റെ ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ, എനിക്കിപ്പം ഈ മാസം സെയിൽ ചെയ്യേണ്ടത് പിന്നെ ടാക്സ് അടക്കേണ്ടത് 25,000 ഉള്ളൂ. പക്ഷെ എനിക്ക് ITC ആയിട്ട് 1 ലക്ഷം രൂപ അവിടെ കിടപ്പുണ്ട്. അത് ഈ മാസം തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലാപ്സ് ആയി പോവോ സാർ? ഇല്ല, അൺലിമിറ്റഡ് യൂസ് ചെയ്യാം. അല്ല, അൺലിമിറ്റഡ് ആയിട്ട് കിടക്കും അവിടെ. ഇപ്പൊ ഈ വർഷം എനിക്ക് 25,000 ആവശ്യമുള്ളൂ, ബാക്കി 75,000 അവിടെ ഉണ്ടാകും. അത് എത്ര വർഷം വേണോ കിടക്കും കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മുടെ സപ്ലയർ നമുക്ക് നടത്തിയ സെയിൽസ് ഡീറ്റെയിൽസ് സപ്ലയറിന്റെ GSTR 1-ൽ കാണിക്കുമ്പോൾ അത് നമ്മുടെ പർച്ചേസ് ഇൻപുട്ട് ആയിട്ട് നമ്മുടെ GSTR 2B എന്ന ഫോമിൽ വരും. ഈ 2B എന്ന ഫോമിലൂടെയാണ് നമ്മൾ 3B'യിൽ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ സപ്ലയർ ചെയ്ത് നമ്മുടെ 2B'യിൽ വന്നാൽ നമുക്ക് എന്തായി മാറും? നമ്മൾ 3B'യിൽ ഇൻപുട്ടാക്കി മാറ്റും അല്ലേ? ക്ലിയർ? അങ്ങനെ ഇൻപുട്ടാക്കി മാറ്റി താങ്കൾ അങ്ങനെ ചെയ്തു അല്ലെ? അങ്ങനെ ചെയ്തു. അപ്പൊ ബാക്കി 75 ഇൻപുട്ട് കിടപ്പുണ്ട്. അങ്ങനെയുള്ള ഇൻപുട്ടിന് സമയപരിധി ഇല്ല. പക്ഷേ ഒരു പർച്ചേസ് ഇൻവോയ്സ് അത് സപ്ലയർ ചെയ്തിട്ടില്ല, സപ്ലയറിന്റെ GSTR 1-ൽ സപ്ലയർ കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2B'യിൽ അത് വന്നിട്ടുമില്ല, നമ്മൾ 3B'യിൽ അത് കാണിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ടൈം ലിമിറ്റ് ഉണ്ട്. ക്ലിയർ? അത് നെക്സ്റ്റ് ഇയറിന്റെ നവംബർ മാസം 30 അല്ലെങ്കിൽ ഈ വർഷത്തെ GSTR 9 ചെയ്യുന്ന ഡേറ്റ്, ഇതിൽ ഏത് ആദ്യം വരുന്നു അതായിരിക്കും ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ സപ്ലയർ ചെയ്യണം. ചെയ്തിട്ടില്ല, അതിനുശേഷമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻപുട്ട് നമുക്ക് ലാപ്സ് ആയി പോകും. ക്ലിയർ അല്ലേ? ക്ലിയർ? അത്ര ക്ലിയർ അല്ല സാർ, ക്ലാസ് എടുക്കുമ്പോൾ എന്തായാലും നമ്മൾ പഠിക്കും കേട്ടോ. നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്നൊരു സെക്ഷൻ 16 പഠിക്കും. ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സമയപരിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയും. രണ്ട് കേസ് ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ, ക്ലിയർ? ശരി. ഇനി GSTR 9 ആർക്കാണ് ആവശ്യം? റെഗുലർ ടാക്സ് പേർക്ക് അല്ലെ? മന്ത്ലി GSTR 1-ഉം 3B'യും ചെയ്യുന്നു. ഇതിന് 1 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ GSTR 9 ചെയ്യുന്നു. GSTR 9 എന്താണ്? വാർഷിക ഫോം അല്ലെ? ആനുവൽ റിട്ടേൺ ഫോമാണ് ഇത്. നമ്മൾ മന്ത്ലി 1-ഉം 3B'യും ചെയ്യുന്നുണ്ട് അല്ലെ? ആ 12 മാസം അല്ലെ, ഏപ്രിൽ മുതൽ മാർച്ച് വരെ, ആ ഫൈനാൻഷ്യൽ ഇയർ, ആ സാമ്പത്തിക വർഷം, ആ 12 മാസം നമ്മൾ ചെയ്ത GSTR 1-ന്റെയും 3B'യുടെയും സമ്മറിയാണ് GSTR 9. ക്ലിയർ? ആ 12 മാസം GSTR 1-ലും 3B'യിലും കാണിച്ച കാര്യങ്ങൾ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നു GSTR 9 എന്ന ഫോമിനകത്ത്. ഓക്കെ,
ഈ GSTR9 എന്നാണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോ മാർച്ച് 31 ആ ഇയർ അവസാനിക്കും. ദെൻ April 1 മുതൽ ആ നെക്സ്റ്റ് ഇയർ അല്ലെ December 31 ചെയ്താൽ മതി. അതായത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഏത് ഇയർ ആണ്, ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ്? 24-25 അല്ലേ? 2024 April മുതൽ 2025 March ആണ് ഇപ്പോഴത്തെ റണ്ണിങ് ഫിനാൻഷ്യൽ ഇയർ. ഈ ഇയറിന്റെ GSTR9 ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 2025 December 31 ആയിരിക്കും വരുന്നത്. ക്ലിയർ? ഓക്കെ. മാൻഡേറ്ററി ലിമിറ്റ് എത്രയാ? 2 കോടിയാണ് കേട്ടോ. അതായത് എല്ലാവർക്കും നിർബന്ധമില്ല. 2 കോടിക്ക് മേൽ ടേൺ ഓവർ ഉള്ളവർക്ക് മാത്രമേ നിർബന്ധമായിട്ടും GSTR9 ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 2 കോടിക്ക് ബിലോ ഉള്ളവർക്കാണെങ്കിലോ ചെയ്യേണ്ട എന്നാണോ പറയുന്നതല്ല, ഇറ്റ്സ് ഓപ്ഷണൽ ആണ് എന്ന് പറയാൻ കാരണം, ഇപ്പോ നമ്മുടെ ടേൺ ഓവർ 2 കോടിക്ക് ബിലോ ആണ് സങ്കല്പിക്കുക. ഇപ്പൊ നമുക്ക് ഈ റൂൾ അറിയാം, ആ 2 കോടിക്ക് ബിലോ ആണെങ്കിൽ GSTR9 നിർബന്ധമില്ലല്ലോ. അപ്പൊ ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം ഉണ്ട്. അതായത് ഈ GSTR9 പ്രത്യേകത എന്താന്ന് വെച്ചാല്, ആ ഒരു വർഷം 12 മാസത്തെയും GSTR1 3Bയിലും നമ്മൾ കാണിച്ച കാര്യങ്ങളൊക്കെ GSTR9 എന്ന ഫോമിൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ GSTR9 ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ ശ്രമിച്ചാൽ ആ 12 മന്ത് 1ലോ 3Bയിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും, തിരുത്താൻ സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ GSTR9 ചെയ്താൽ മാത്രമേ അതിനുള്ള അവസരം കിട്ടുന്നുള്ളൂ. നമ്മൾ GSTR9 ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോയാൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യും നമ്മുടെ ആ ഒരു ഇയറിന്റെ 1ഉം 3Bയും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയാണെങ്കിൽ 2-3 വർഷം കഴിഞ്ഞിട്ടൊക്കെ കണ്ടെത്തുള്ളൂ. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് അയക്കും, നിങ്ങൾക്ക് ഒരു 3 വർഷം മുമ്പ് നിങ്ങളുടെ ആ ഒരു മന്തിന്റെ GSTR1 ഇത്ര സെയിലേ കാണിച്ചോളൂ, നിങ്ങൾ 3B ഇത്ര ടാക്സ് ലയബിലിറ്റി കാണുന്നുണ്ട്, അപ്പൊ ഇത്ര ടാക്സ് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട്. അങ്ങനെ നോട്ടീസ് അയക്കും. അപ്പൊ അങ്ങനെ അയച്ച് നമുക്ക് അത്രയും നാള് പെൻഡിങ് വന്നതിന്റെ പലിശ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരും. ഒരു ഹ്യൂജ് എമൗണ്ട് ഫൈൻ വരും. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താ? ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ആ വർഷത്തിന്റെ GSTR9 കൂടെ ചെയ്ത് ആ 12 മന്തിന്റെ 1ഉം 3Bയും ഒരു പ്രശ്നവുമില്ല, എല്ലാം ക്ലിയർ ആണ്, ഒരു തെറ്റുമില്ല, തെറ്റുണ്ടെങ്കിൽ ക്ലിയർ ആക്കി ഓക്കെ ആക്കി പോയാൽ നമ്മൾ സേഫ് ആണ്. അതുകൊണ്ടാണ് 2 കോടിക്ക് ബിലോ ഉള്ളവർ ചെയ്യണ്ട എന്ന് പറയാതെ ഇറ്റ്സ് ഓപ്ഷണൽ ആക്കി മാറ്റിയത്. ചെയ്യുകയാണ് ബെറ്റർ. ക്ലിയർ അല്ലേ? ഞാൻ എൻ്റെ ക്ലയൻസിനോടൊക്കെ പറയും, ചെയ്യുകയാണ് ബെറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇതാണ് GSTR9. GSTR9 എന്ന ടേബിളിനകത്തും ഒരു 19 ടേബിൾ ഉണ്ട് കേട്ടോ ഫോമിനകത്ത്. ആ 19 ബോക്സ് ടേബിളും പഠിക്കും. ഓക്കെ. സോ സംശയമുണ്ടോ GSTR9 ബന്ധപ്പെട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഒരു ജനറൽ ഡൗട്ട് ആണ്. സാറ് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾക്ക് 20 lakhs 40 lakhs ലിമിറ്റ് എന്ന് പറഞ്ഞില്ലേ? അതെ. സർവീസ് മാത്രമാണെങ്കിൽ നമുക്ക് 20 lakhs, ഓൺലി ഗുഡ്സ് ആണെങ്കിൽ 40 lakhs, പിന്നെ ബോത്ത് ആണെങ്കിൽ 20 lakhs. എൻ്റെ ഒരു സംശയം, പിന്നെ നമ്മളിപ്പോ ഒരു കച്ചവടം തുടങ്ങുന്നു, ഓക്കെ, എനിക്ക് ശരിക്ക് സാറ് പറഞ്ഞ ഈ ടേൺ ഓവർ ഇയർ എൻഡിലല്ലേ, ഇപ്പൊ April 1 മുതൽ March 31 വരെ അതാണ് ഫിനാൻഷ്യൽ ഇയർ ഏറ്റെടുക്കുന്നത് അല്ലേ? അതെ അതെ. ഈ ഫിനാൻഷ്യൽ എൻഡ് ഓഫ് ദി ഇയർ അല്ലേ എന്റെ ടേൺ ഓവർ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. എനിക്ക് ഇപ്രാവശ്യം ഇത്ര ബിസിനസ് അല്ലെങ്കിൽ സർവീസ് വരുന്നത് ഇപ്പൊ മോർ ദാൻ, എന്റെ പ്രതീക്ഷ എനിക്ക് 20 lakhs ബിസിനസ് വരില്ല. പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ട് എനിക്കിപ്പോ March 31 ആകുമ്പോഴേക്ക് 25 ലക്ഷത്തിന്റെയോ 30 ലക്ഷത്തിന്റെയോ സർവീസോ എന്തോ ആയിക്കോട്ടെ വന്നു. ഈ സമയത്ത് എങ്ങനെയാണ് സാർ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ടാക്സ് ഈ സമയത്ത് ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് GST രജിസ്ട്രേഷനും ഇല്ല, അതേസമയം ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുകയും വേണം. ഈ പറഞ്ഞ സമയബന്ധിതമായിട്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യില്ലേ? എങ്ങനെയാണ് ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക? ഇല്ല, നമുക്ക് നമ്മുടെ ടേൺ ഓവർ ഈ 20 lakhs എന്ന് ക്രോസ് ചെയ്യുന്നു അന്ന് മുതലേ നമ്മൾ എന്താവുന്നുള്ളൂ, ലയബിൾ ആയി മാറുന്നുള്ളൂ. ക്ലിയർ?
ഇപ്പോ നമുക്കിപ്പോ ഒരു മാർച്ച് 31 ഇയർ അവസാനിക്കും. മാർച്ച് 1 ആയപ്പോഴാണ് നമ്മൾ എന്തായത് 20 lakhs ക്രോസ് ആയത്. അപ്പോൾ മാർച്ച് 1 മുതലാണ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് കസ്റ്റമറെ മേടിക്കാൻ ലയബിളായി മാറുന്നേ. ക്ലിയർ? അപ്പോൾ അന്ന് മുതൽ 30 ദിവസം അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ക്ലിയർ ആണോ? പക്ഷേ ആ ലയബിൾ ആയ ദിവസം മുതൽ സപ്ലൈ നടക്കുമ്പോൾ GST നമ്മൾ അടയ്ക്കാൻ ലയബിളുമാണ്. ക്ലിയർ ആണോ? അത് ലോജിക്ക് വരുന്നത്. അതാണ് അതെ അല്ലേ. ഇപ്പൊ അതെ, ഇപ്പൊ അതാണ് ഞാൻ ലോജിക്ക് കേട്ടോ. ഉദാഹരണം സാർ ഇപ്പം പറഞ്ഞ മാർച്ച് ഫെബ്രുവരിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കിപ്പം എൻ്റെ ടേൺ ഓവർ മോർ ദാൻ 30 lakhs ആവും, അല്ലെങ്കിൽ 20 lakhs ആവും 20 പോകുന്നു. lakhs ആവുന്നു. ഓക്കെ. അപ്പം ഫെബ്രുവരി ഈ ഫെബ്രുവരിയിലാകുമ്പോൾ എനിക്ക് ഈ പറയുന്ന ഇയർ അതായത് മാർച്ച് മുതൽ ഫെബ്രുവരി ഉള്ള അല്ല സോറി ഏപ്രിൽ 1 മുതൽ ഫെബ്രുവരി ഉള്ള മുഴുവൻ ടാക്സും ഞാൻ അടക്കാൻ ബാധ്യസ്ഥനാവുന്നില്ലേ? ഇല്ല. ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അതായത് ഏപ്രില് ആ ഇയർ സ്റ്റാർട്ട് ചെയ്തു, ഏപ്രില് അങ്ങനെ ചെയ്തു. തുടങ്ങി നമ്മൾ ഫെബ്രുവരി മാസം ആയി. അടുത്ത ഫെബ്രുവരി ആയപ്പോഴാണ് 20 lakh, ഫെബ്രുവരി 5 എനിക്ക് തീയതിയാണ് നമ്മൾ 20 lakhs ക്രോസ് ആവുന്നത്. അതായത് ഏപ്രിൽ മുതൽ യെസ് ഫെബ്രുവരി 5 തീയതി, ഈ 11 മാസം അല്ലെ, 11ാമത്തെ മാസം 5 അതെ തീയതി ആയപ്പോഴാണ് 20 ലക്ഷം എന്ന സെയിൽ എമൗണ്ട് ക്രോസ് ആയതെങ്കിൽ ആ ഫെബ്രുവരി 5 മുതൽ ഇനി അങ്ങോട്ട് നടക്കുന്ന സെയിൽസിന്റെ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. ക്ലിയർ? ഫെബ്രുവരി 5 തീയതി മുതൽ നമ്മൾ എത്ര സെയിൽ വരെ ഉള്ളത് ചെയ്യുമ്പോൾ ടാക്സ് ഫ്രീ ആണ്? അതെ, നമുക്ക് നമ്മൾ ഫെബ്രുവരി 4 തീയതി വരെ ഉള്ളതിന് നമുക്ക് നമ്മൾ 20 lakhs ക്രോസ് ആയിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് ലൈബിലിറ്റിയും ഇല്ല. ഇല്ല. അപ്പൊ 5 തീയതിയാണ് ക്രോസ് ആയത്. അപ്പൊ 5 തീയതി മുതൽ നമ്മൾ സെയിൽ നടത്തിയാൽ ടാക്സ് എമൗണ്ട് കസ്റ്റമറിൽ നിന്ന് മേടിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അപ്പൊ ആലോചിച്ച് നോക്കി, അങ്ങനെയാണല്ലേ. ഫെബ്രുവരി 5 തീയതി ആവുമ്പോൾ 5 തീയതി നമ്മൾ ക്രോസ് ചെയ്തു. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന് ടാക്സ് വാങ്ങണമെന്ന് പറയുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് 5 തീയതി തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമോ? ഇല്ല. റൂള് പ്രകാരം 5 തീയതി ആണ് ലയബിൾ ആയതെങ്കിൽ അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി GSTക്ക് വേണ്ടിയിട്ട്. ആപ്ലിക്കേഷൻ കൊടുത്ത ഒരു 7 ഡേയ്സിനുള്ളിലാണ് GST നമ്പർ അപ്രൂവ് ആവുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമറിന് ടാക്സ് മേടിക്കാൻ ബുദ്ധിമുട്ടാവും അല്ലെ? കാരണം നമുക്ക് GST നമ്പർ ഇല്ല. അപ്പൊ നമ്പർ ഇല്ലാതെ ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കസ്റ്റമറെ കൺവിൻസ് ആക്കി ടാക്സ് എമൗണ്ട് മേടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ബില്ല് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് ടാക്സ് മേടിക്കാൻ ശ്രമിക്കുക. തരുന്നില്ല, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെയിൽസ് നടത്താൻ പാടില്ല. ക്ലിയർ അല്ലേ? ആ ലോജിക്ക വരുന്നത് കേട്ടോ. നോർമൽ ബില്ല് ഇഷ്യൂ ചെയ്ത് ടാക്സ് മേടിച്ചടക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. GST നമ്പർ ആയ ശേഷം ആ ഇൻവോയ്സ് ഒക്കെ നമ്മൾ റിവൈസ് ചെയ്ത് ടാക്സ് ഇൻവോയ്സ് ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ അല്ലേ? നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചാപ്റ്ററിലും പഠിക്കും, ടാക്സ് ഇൻവോയ്സിലും പഠിക്കും കേട്ടോ. ക്ലിയർ? ഞാനിത് അഡ്വാൻസ് ചോദിച്ചത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ 20 lakhs 40 lakhs എന്നുള്ള എമൗണ്ട് സീലിംഗ് വെക്കാതെ ഒരു ബിസിനസ് തുടങ്ങുന്ന ആർക്കും GST രജിസ്ട്രേഷൻ നടത്തുന്നതായിരിക്കില്ല അഭികാമ്യം സാറിന്റെ അഭിപ്രായത്തിൽ? അല്ല, അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. നമുക്ക് സ്വമേധയ ആർക്ക് വേണം GST എടുക്കാമെന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കാമല്ലോ. അതല്ലേ ആയിരിക്കുമല്ലേ ബെറ്റർ? അതായിരിക്കുമല്ലേ? പക്ഷെ അത് എന്നിട്ട് ഫയൽ ചെയ്ത് ചെറുകിട ബിസിനസ്സുകാരെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായി മാറും. പിന്നെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി ഫയലിംഗ് ചെയ്യണം, അതിനൊരാളെ ഏൽപ്പിക്കണം, അതിൽ മന്ത്ലി ചാർജ് കൊടുക്കണം, പിന്നെ GST കൂടെ ഉണ്ടെങ്കിൽ അവരുടെ സെയിൽ എമൗണ്ട് കൂടുതലാവും. അപ്പൊ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ചെറുകിട കച്ചവടക്കാർക്ക് വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ അങ്ങനെ താങ്കൾ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരെയും സാരമായി ബാധിക്കും. അതാണ് ഈ ഒരു ലിമിറ്റ് ക്രോസ് ആയ മാത്രം എടുത്താൽ മതി പറയാൻ കാരണം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ശരി. ഓക്കെ. സോ അടുത്തത് നമുക്ക് കോമ്പോസിഷൻ സ്കീം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റെഗുലർ സ്കീം ആയിരുന്നു. ഇനി പറയുന്ന പോയിന്റ് കോമ്പോസിഷൻ സ്കീമാണ്. ക്വാർട്ടർലി ചെയ്യുന്ന ഫോം CMP 08 ആണ്. ആനുവൽ ഫോം GSTR 4 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? നമുക്ക് ഇവിടെ മറ്റുള്ള ഏരിയാസ് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക. അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാ,
രജിസ്ട്രേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഒരു കമ്പനിക്ക്, അതിപ്പോൾ ഏത് സ്ഥാപനമാണെങ്കിലും, ഇപ്പോൾ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനം ആയിക്കോട്ടെ, കമ്പനി ആയിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, എന്താണെങ്കിലും രജിസ്ട്രേഷൻ എങ്ങനെ ഓൺലൈൻ ചെയ്യാം, GST നമ്പർ എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. രണ്ടാമത് എന്താ? റെഗുലർ സ്കീമിന്റെ മന്ത്ലി റിട്ടേൺ 1, 3B, ദെൻ 2A 2B റീകൺസിലിയേഷൻ പഠിക്കും നമ്മൾ. ദെൻ നമുക്ക് ഇയർലി ഫോം GSTR 9 പഠിക്കും നമ്മൾ. ദെൻ GSTR 9C പഠിക്കും നമ്മൾ. ദെൻ നമുക്ക് കോമ്പോസിഷൻ സ്കീമിന്റെ CMB08 എന്ന ക്വാർട്ടർലി ഫോമും ഇയർലി ഫോമായ GSTR 4 പഠിക്കും നമ്മൾ. ക്ലിയർ? യെസ്. ദെൻ നമ്മൾ QRMB എന്ന സ്കീം എന്താണെന്ന് പഠിക്കും. ഇൻപുട്ട് ടാക്സ് പഠിക്കും. അതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. അതിന് പുറമെ നമ്മൾ പഠിക്കും മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഡോക്യുമെന്റ്സ് പ്രിപ്പറേഷൻ പഠിക്കും. അതായത് ഇപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്താണ്, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിന്റെ റൂൾസ് എന്താണ്, ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണ്, റിവൈസ്ഡ് ഇൻവോയ്സ് എന്താണ്, സെൽഫ് ഇൻവോയ്സ് എന്താണ്, ക്ലിയർ അല്ലേ? റിസീപ്റ്റ് വൗച്ചർ എന്താണ്, റീഫണ്ട് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, അതിൻ്റെയൊക്കെ ആവശ്യം എപ്പോൾ വരുന്നു, ഡെലിവറി ചെല്ലാൻ എന്താണ്, അതൊക്കെ എപ്പോഴൊക്കെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത് പഠിക്കും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റു ഡോക്യുമെന്റ് ആണ് വേ ബില്ല്, ഇലക്ട്രോണിക് വേ ബിൽ എന്ന് പറയും. അത് പഠിക്കും നമ്മൾ. ഇൻവോയ്സ്, ഇലക്ട്രോണിക് ഇൻവോയ്സ്, അതിന്റെ ക്രിയേഷൻ പഠിക്കും. ഔട്ട്പുട്ട് എന്താണ്, ഇൻപുട്ട് എന്താണ്, ആ ഔട്ട്പുട്ട് ഇൻപുട്ട് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം, ഇൻപുട്ട് ഏതെല്ലാം ഇൻപുട്ട് ക്ലെയിം എടുക്കാം, ഏതെല്ലാം ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല, സെക്ഷൻ 17 സബ്സെക്ഷൻ 5, അതൊക്കെ നമ്മൾ പഠിക്കും. FCM RCM, അതിൽ FCM മീൻസ് നോർമൽ സെയിൽ, ഫോർവേഡ് ചാർജ് മെക്കാനിസം, RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം, സെക്ഷൻ സബ്സെക്ഷൻ 3, 4, 5 നമ്മൾ പഠിക്കും. ക്ലിയർ? ദെൻ QRMB സ്കീം, IFF എന്നൊക്കെ പറയും. PMG06, അത് റെഗുലർ സ്കീമുകാർക്ക് ക്വാർട്ടർലിയും GSTR 1 3 ചെയ്യാം. ആ സ്കീമാണത്. അതിനെക്കുറിച്ച് പഠിക്കും. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ 20 ഡേ വരുന്ന GSTയുടെ സിലബസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യും? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡെമോ ക്ലാസ്. സോ നിങ്ങൾക്കുണ്ടാവുന്ന ഡൗട്ടുകൾ ചോദിക്കാം. നിങ്ങൾ ഉദ്ദേശിച്ച രീതി ഇങ്ങനെയാണോ? ഇതൊക്കെ പഠിക്കാം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതോ നിങ്ങൾ മറ്റെന്തെങ്കിലുമാണ് ഉദ്ദേശിച്ചത്, അത് ഇതിൽ വരുന്നില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ഏതെങ്കിലും കാര്യം ഞാൻ മറ്റു രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവാം. അതാണ് അങ്ങനെ ചോദിക്കും കാരണം. ക്ലിയർ അല്ലേ? ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ. എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് അൺമ്യൂട്ട് ചെയ്തോ ചാറ്റ് ബോക്സിലോ ഡൗട്ട്സ് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ചോദിക്കാം. സാർ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ GST എല്ലാ ഫയലിംഗും നടത്താൻ പറ്റില്ലേ? ഒരു എറേഴ്സ് ഒന്നും വരാതെ. ഉറപ്പായിട്ടും 100%. കാരണം ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയ ശേഷം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയാമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യുമ്പോൾ ഡൗട്ട് വരാം. അതിപ്പോൾ ഏത് കോഴ്സ് ആയാലും എത്ര പഠിച്ചാലും സ്വന്തമായി വർക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് വന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ എന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. ക്ലിയർ? ഡയറക്റ്റ് സൈറ്റ് കയറിയിട്ട് ഇപ്പം GST ഇത് സൈറ്റ് കയറി ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ള ഭയം കൊണ്ടാണ് സാറോട് ചോദിച്ചത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ആകുന്നത് വരെ എന്റെ സപ്പോർട്ടോട് കൂടി ചെയ്യാം. ക്ലിയർ അല്ലേ? എല്ലാ മന്തും ഒരു ടൈം ആകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഒരു ടൈം ഫിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓൺലൈൻ സൂമിലോ എൻഡെസ്കിലോ നമുക്ക് ഇരിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഓക്കെ ആവുന്നത് വരെ. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. ശരി, ഓക്കെ. മറ്റാർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് എക്സ്ട്രാ വേറെ എന്തൊക്കെയാണ് GSTയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? എനിക്കത് ക്ലിയർ ആയില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ? അതായത് നമ്മളിപ്പോ ഈ 20 ദിവസത്തെ ഇതിൽ ഫുൾ കവറേജ് വരുന്നുണ്ടോ, അതോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും GSTയിൽ ഇല്ല, പഠിക്കാനുണ്ടാവും? അങ്ങനെയല്ല. അല്ലല്ല, GST എന്ന് പറയുമ്പോൾ അത് വേറെ പ്രത്യേകതയുണ്ട്. GST ഒരു വലിയൊരു ലോ ആണ്. ഓക്കെ. അതെന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുന്ന ആള് 17 ജൂലൈ 1 GST ഇംപ്ലിമെന്റ് ആയി ഇന്ത്യയിൽ. അന്ന് മുതൽ ഞാൻ GST പഠിക്കുകയാണ്. ഇപ്പൊ 7 ഇയർ ആയിട്ട് ഞാൻ GST ആണ് ഞാൻ ചെയ്യുന്നത്.
ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് GST. ഒരുപാട് പഠിക്കാനുണ്ട്. GST മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാധനം, ടാക്സ് ആണല്ലോ, അറിയാലോ. ഇനി അതിന് പുറമെ നമുക്ക് തിയററ്റിക്കലി ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അത് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. മിനിമം ഒരു 3-4 വർഷം വേണ്ടി വരും. അപ്പൊ നമ്മുടെ ഈ ക്ലാസ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ബന്ധപ്പെടുത്തി മാത്രമാണ് വരുന്നത്. അതിന്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട തിയറിയും പറഞ്ഞു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇൻപുട്ട് ടാക്സിന്റെ കണ്ടീഷൻസ്, അല്ലെങ്കിൽ QRMB സ്കീം എന്താണ്, അപ്പൊ അതൊക്കെ തിയററ്റിക്കൽ പോർഷൻസ് ആണ്. സെക്ഷൻ 17(5) എന്താണ്, സെക്ഷൻ 50 എന്താണ്, സെക്ഷൻ 22, 3, 4, 5 അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള തിയററ്റിക്കലി നമ്മൾ പ്രാക്ടിക്കലി ആവശ്യം വരുന്ന തിയററ്റിക്കലി കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്, റൂൾസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ ഒരുപാട് കാര്യം വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലാസ് കഴിഞ്ഞാലും ഞാൻ തന്നെ സെൽഫായി വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ. കാരണം ഞാൻ CMAക്ക് പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ്. അപ്പൊ അത് ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ ആ ഒരു സിലബസ് എന്ത് ചെയ്യും, ഞാൻ റെക്കോർഡ് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആവശ്യമുണ്ടെങ്കിൽ ആ തിയറി കാര്യം പഠിക്കാൻ പറ്റും കേട്ടോ, സെൽഫായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നിങ്ങൾ സെൽഫായിട്ട് എന്ത് ചെയ്യുക, അന്ന് റിസർച്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാനിപ്പോൾ പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങളും സെൽഫായിട്ട് എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്തോ യൂട്യൂബിലൂടെയൊക്കെ സെൽഫായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ എങ്കിലും നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ അപ്ഡേറ്റ് ആയി മാറത്തുള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഹലോ പറയൂ സർ, ഞാൻ കേൾക്കാം. നമ്മുടെ ഈ ഡെമോ ക്ലാസ്സിൽ കയറാൻ കഴിയുകി. അപ്പൊ എനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റി. ഞാൻ ലാസ്റ്റ് ടൈമിലെ കയറിയത്. ഞാൻ തുണിക്കടയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. ഞാൻ ഡെമോന്റെ റെക്കോർഡിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ ഗ്രൂപ്പിൽ അയക്കാം ക്ലാസ് കഴിഞ്ഞിട്ടേ. അത് കണ്ട ശേഷം ഗ്രൂപ്പിൽ അയക്കും സർ. എനിക്ക് ഈ കോഴ്സ് ചെയ്യണമെന്നുണ്ട്. നമുക്കിത് സർട്ടിഫൈഡ് കോഴ്സ് ആണോ സർ? ഇത് സർട്ടിഫിക്കറ്റ് ഒന്നും അങ്ങനെ ഒരു കോഴ്സ് അല്ല. നമ്മുടേതൊരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമല്ല കേട്ടോ. നമ്മുടേതൊരു ഓഡിറ്റ് ഫേം ആണ്. അപ്പൊ നമ്മൾ ഈ സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഒരു ഡിപ്ലോമ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഒന്നും അല്ല. ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഓക്കെ, നോട്ട്സും അയക്കും, റെക്കോർഡ് വീഡിയോ അയക്കും. ഏതാ? താങ്കളുടെ വോയിസ് ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ. ദെൻ ഒരു ചാറ്റ് കാണുന്നുണ്ട്. ഗൗതം, എംപ്ലോയി ടാക്സ് ഫയലിംഗ് ചെയ്യാൻ പഠിപ്പിക്കുമോ? അതായത് ഇൻകം ടാക്സ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് TDSന്റെ ഒരു 15 ഡേ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തിയിട്ടുണ്ട് മുമ്പ്. അതിന്റെ റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ അത് നിങ്ങൾക്ക് അതും പഠിക്കാൻ പറ്റും. ഇൻകം ടാക്സിന്റെ ഫയലിംഗ് അതിലുണ്ടാവും, TDSന്റെ ഫയലിംഗ് ഒക്കെ അതിലുണ്ടാവും കേട്ടോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ പറയാം. ഓക്കെ. ഓക്കെ, മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ഹലോ. പറയൂ. ഹലോ സർ, ഞാൻ ഓൾറെഡി ഫോം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ നമ്മൾ ഓൾറെഡി GST എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. റെഗുലർ ആണ്. ഇപ്പൊ കറണ്ട് അക്കൗണ്ട് എടുത്തിട്ട് അതുമായിട്ട് ലിങ്ക് ചെയ്യണം. ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു 1 മന്ത്, ഈ മന്തോ ഇനി നെക്സ്റ്റ് മന്ത് ആയാലും അത്രയും സെയിലൊന്നും നടക്കാൻ സാധ്യതയില്ല. ജസ്റ്റ് സ്റ്റാർട്ടപ്പ് അല്ല. അപ്പൊ നമ്മള് ബൾക്കായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ അത് GST അടയ്ക്കേണ്ടി വന്നത് കൊണ്ടാണ് പെട്ടെന്ന് നമ്മളപ്പോ ഒരാളോട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് സാറ് പറഞ്ഞ പോലെ നമുക്ക് അത്രയും അവയർനെസ് കിട്ടിയില്ല. അപ്പൊ പറഞ്ഞ GST എടുത്തോളാൻ പറഞ്ഞ, അങ്ങനെ ഞങ്ങൾ അത് അപ്ലൈ ചെയ്തു. അപ്പൊ ഇനി എവരി മന്ത് നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്യണമല്ലോ. അതെ. അപ്പം ഞാൻ ഓൾറെഡി സെയിൽ ചെയ്യുന്നില്ല. നമുക്ക് അന്നേരം ഇൻപുട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുമോ സാർ? ഞാൻ GST എടുക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടുള്ള GST എടുക്കും മുമ്പ് കൊടുത്ത ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ അതിന് കുറച്ച് ഫോർമാലിറ്റി ഒക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോ ആ
ഇൻപുട്ട് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് GST നമ്പർ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഇൻപുട്ട് നമുക്ക് അതെ അതെ ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇൻപുട്ട് ക്ലെയിം ആക്കണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ അത് അപ്ഡേറ്റ് ആവണം. ക്ലിയർ അല്ലേ? അങ്ങനെയുണ്ട് ആ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഇൻപുട്ട് കൊടുത്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സപ്ലയറിനെക്കാൾ സംസാരിച്ച് അത് GST ഇൻപുട്ടാക്കി മാറ്റാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. മനസ്സിലായോ? സാറേ അങ്ങനെ മനസ്സിലായില്ല. ഇന്ന് സപ്ലയറെ കണ്ട് ആ സപ്ലയറിനെ വിളിച്ചിട്ട് ചോദിക്കുക, ഞാനിപ്പോൾ GST എടുത്തു, എനിക്കിപ്പോൾ നമ്പറുണ്ട്, ഞാൻ നിങ്ങളിത് മുമ്പ് വാങ്ങിച്ച ബില്ല് GST ബില്ലാക്കി തരാൻ പറ്റുമോ ചോദിക്കുക. അങ്ങനെ അവർക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആ ഇൻവോയ്സിനെ റിവൈസ് ചെയ്ത് ഒരു ടാക്സ് ഇൻവോയ്സ് ആക്കി മാറ്റിയിട്ട് അത് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ GSTR 1 അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കത് നമ്മുടെ 2Bയിൽ വന്ന് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് സപ്ലയറുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പറ്റിയാൽ പറ്റും. അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഇപ്പോൾ ചില സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ GST എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, കാരണം സ്റ്റാർട്ടിങ് സമയത്ത് ഒരുപാട് മെഷീൻസ് ഒക്കെ മേടിക്കും. ഈ എന്താ പറയുക, ഫർണിച്ചർ മേടിക്കും, AC മേടിക്കും. അപ്പൊ അതൊക്കെ അതെ സ്റ്റാർട്ടിങ്ങിലെ അതെ മേടിക്കുന്നത്. അപ്പൊ ആ മേടിക്കുമ്പോൾ അവർക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് പർച്ചേസ് ചെയ്യാം അല്ലെ. അപ്പൊ അവർക്ക് ആ ഇൻപുട്ടൊക്കെ, ആ അതെ ഹ്യൂജ് എമൗണ്ട് ഇൻപുട്ടൊക്കെ അവിടെ കിടക്കും. അവർക്ക് ചിലപ്പോൾ 1 വർഷം വരെ ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥയെ വരത്തില്ല. അവർക്ക് അത് ക്ലെയിം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ കേട്ടോ. അത് അവയർനെസ് ഇല്ലാത്തവർ എന്ത് ചെയ്യും, അത് എടുക്കാതെ എല്ലാം സ്റ്റാർട്ട് ആയ ശേഷം എടുക്കാൻ ശ്രമിക്കും. അതൊരു തെറ്റായ ധാരണയാണ്. മനസ്സിലായോ? എന്നാ ലോജിക്ക് കേട്ടോ. ഓക്കെ ഓക്കെ ശരി. എന്തെങ്കിലും സംശയം വിളിച്ചാൽ കേട്ടോ എന്നെ. ഓക്കെ ഓക്കെ താങ്ക് യു സർ. ഓക്കെ ശരി. ഇനിയൊരു ഡൗട്ട് കാണുന്നുണ്ട്, ഗൗതം. ഓക്കെ. ഇതിനടുത്ത് ഇൻകം ടാക്സ് PPT ഗ്രൂപ്പിൽ ഇടുമോ? എനിക്കും വേണം. ഓക്കെ. നിങ്ങൾ ഇൻകം ടാക്സിന്റെ ക്ലാസ്സിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്, ഞാൻ അത് അയക്കാം. ഓക്കെ. അതിന്റെ PPT ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഓക്കെ ശരി. ഓക്കെ. മറ്റെന്തെങ്കിലും സംശയം? നമ്പർ എനിക്ക് പഠിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. നമ്പർ തരൂ. നമ്പർ ഞാൻ അയക്കാം. നമ്പർ 8137835422. ഓക്കെ ഓക്കെ. സോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. നമുക്ക് നാളെ രാത്രി 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെമോ വീഡിയോ കണ്ട ശേഷം വാട്സപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ. സോ ഗുഡ് നൈറ്റ്. ഓക്കെ.